ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ബിരിയാണി എങ്ങനെ നമ്മുടെ വീടുകളിൽ ചെറിയ രീതിയിൽ വെക്കാം എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. നോക്കാം. നമുക്ക് 3 കിലോ അരിയുടെ ബിരിയാണി വയ്ക്കുന്ന റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനുള്ള ചേരുവകളാണ് ഇവിടെ കാണിക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, തൈര്, ഡാൽഡ, 2 ചെറുനാരങ്ങ, കറുവപ്പട്ട, നെയ്യ്, ഗോൾഡ് വിന്നർ എണ്ണ, പിന്നെ 3 കിലോ അരി കഴുകി നമ്മളിവിടെ വെള്ളം വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ സവോള, തക്കാളി, മല്ലിയില, കറിവേപ്പില, ഇത്രയുമാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ച് കൊടുക്കാം. പാത്രം ചൂടായി നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഗോൾഡ് വിന്നർ എണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, അത് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഡാൽഡയും കൂടി, ഒരു 100 ഗ്രാം ഡാൽഡയുണ്ട്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയും ഡാൽഡയും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറുവപ്പട്ടയും ലീഫും കൂടി ഇട്ട് കൊടുക്കാം. അതൊരു വിധമായതിന് ശേഷം നമ്മൾ സവോള ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 സവോള കട്ടിയായി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറുവപ്പട്ടയുടെയും ഉള്ളിയുടെയും മണം നന്നായിട്ട് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. 250 ഗ്രാം തക്കാളി എടുത്തിട്ടുണ്ട്. 1/4 കിലോ തക്കാളി ചെറുതായി അരിഞ്ഞ് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 250 ഗ്രാം തക്കാളി, ഇത് 1/4 കിലോ തക്കാളിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞ് അതും കൂടി നമ്മളതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് മസാല കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ചിക്കൻ മസാല, ഇതെല്ലാം നമുക്ക് ഇട്ട് ഒന്നിച്ചിട്ട് ഇളക്കി കൊടുക്കാം. മുളക് പൊടി ഒരു 50 ഗ്രാം, മല്ലിപ്പൊടി ഒരു 25 ഗ്രാം, മഞ്ഞൾപ്പൊടി 10 ഗ്രാം, ഗരം മസാല 10 ഗ്രാം, ചിക്കൻ മസാല 50 ഗ്രാം. ഇത്രയാണ് നമ്മളിവിടെ ഈ ബിരിയാണി വയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. അതെല്ലാം ഇപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് തൈര് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇലകൾ ഇട്ട് കൊടുക്കാം. അതായത് കറിവേപ്പില, മല്ലിയില, പുതിനയില എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പുതിന, അതുപോലെ തന്നെ മല്ലിയില, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമ്മൾ ഈ കൂട്ടിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് അരി, 3 കിലോ അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അരി കഴുകി നമ്മൾ വെള്ളം വാർന്നു പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയും കൂടെ നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അരിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരി ഏത് പാത്രത്തിലാണോ നമ്മളെടുത്തത് അതിന് അത്രയും അളവിൽ ഒരു 1.5, ഇപ്പോൾ ഒരു പാത്രം അരിയാണ് എടുത്ത് വെച്ച് നമുക്ക് 1.5 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെയാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. ഒരു പാത്രം അരി എടുത്താൽ 1.5 പാത്രം വെള്ളം നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെറുനാരങ്ങ അതിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി നമ്മൾ ആവശ്യത്തിലേക്ക് ഉപ്പ് വേണം. ഉപ്പ് നിങ്ങളുടെ പാകത്തിന് എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത് അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 3 സ്പൂണോളം ഉപ്പ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ നന്നായി കത്തുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇതല്ലേ ഇതിലെ വെള്ളമെല്ലാം വറ്റി തുടങ്ങി. കണ്ടില്ലേ, ഏകദേശം അരി വെന്ത് വന്നിട്ടുണ്ട്. നോക്കൂ, കണ്ടില്ലേ. ഇനി എല്ലാം ഒന്ന് ഒപ്പം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് ഒന്നുമില്ലെങ്കിൽ തീയിൻ്റെ കനൽ കോരിയിടാം. അല്ലെങ്കിൽ നല്ലോണം ചൂടുവെള്ളം ഒരു പാത്രം വെച്ച് ഭാരം വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ ഭാരം വെച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നമ്മൾ ഭാരം വെച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വറവെടുത്തിടാം. ഒരു 50 ഗ്രാമോളം അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ 100 ഗ്രാം മുന്തിരി കൂടി വറുത്തെടുക്കുന്നുണ്ട്. ഇത് എണ്ണയിലാണ് വറുത്തെടുക്കാം. അതിനുശേഷം ഒരു 3 സവാളയും കൂടി നമ്മൾ ചെറുതായി എരിഞ്ഞ് നമ്മുടെ ഡെക്കറേഷന് വേണ്ടി, അതായത് ഉള്ളി തീയിൽ പോലെ രണ്ട് സവാള ചെറുതായി എരിഞ്ഞിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടി എല്ലാം കൂടി ഇട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നതാണ്. നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നമ്മുടെ സവാളയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, സൂപ്പറായി വന്നില്ലേ, നോക്കൂ. കണ്ടില്ലേ, അടിപൊളിയായിട്ട് നിങ്ങൾക്കും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.